കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആദ്യഘട്ട സൂചനകൾ വന്നപ്പോഴേ പ്രശ്നങ്ങളാണല്ലോ. രാഷ്ട്രീയ എതിരാളികളുമായിട്ടാണോ അതോ പാർട്ടിയിലെ എതിരാളികളായിട്ടാണോ കോൺഗ്രസ് ഇനി ഏറ്റുമുട്ടാൻ പോകുന്നത്? ആഗ്രയ്ക്ക് എന്താ തോന്നുന്നേ? ആ ചോദ്യം വളരെ കറക്റ്റാണ്. എന്തായാലും ഡോണ നോക്കിക്കോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും പുറത്തു വരുന്നതോടെ വലിയ പൊട്ടിത്തെറി തന്നെ നടക്കും. അതിന്റെ സൂചനകൾ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് റിബലുകൾ മത്സരിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പും ഇത് തന്നെയായിരിക്കും. ഈ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന KC വേണുഗോപാൽ ഇത്തവണ താൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് നിയമസഭാ സീറ്റ് ഉറപ്പുവരുത്താൻ വലിയ ഇടപെടലുകളാണ് KC നടത്തുന്നത്. ഇത് കേരളത്തിലെ AI ഗ്രൂപ്പുകൾക്ക് മാത്രമല്ല VD സതീശനും വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ UDF ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയായിട്ട് അങ്ങ് ഡൽഹിയിൽ നിന്നൊരു മാസ് ലാൻഡിംഗ് ആണ് KC സ്വപ്നം കാണുന്നത്. ഏതെങ്കിലും ഒരു ഉറച്ച സീറ്റിൽ MLA രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നും അദ്ദേഹം എന്തായാലും കണക്കുകൂട്ടുന്നുണ്ട്. അതായത് പണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും കരുണാകരനെ തെറിപ്പിച്ച് AK ആന്റണി ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തതുപോലെ അങ്ങനെയല്ലേ ആഗ്രഹം ഉദ്ദേശിച്ചത്? അതെ തീർച്ചയായിട്ടും. പക്ഷെ അന്ന് AK ആന്റണിക്ക് മത്സരിക്കുന്നതിന് വേണ്ടി സ്വന്തം മണ്ഡലം വിട്ടുകൊടുത്തത് മുസ്ലിം ലീഗാണ്. ഇത്തവണ ലീഗ് അതിന് തയ്യാറാകുമെന്ന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല. ഈ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഉറച്ച സീറ്റ് തന്നെ അത്തരം ഒരു ഘട്ടത്തിൽ KCക്ക് എന്തായാലും തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹം ഇപ്പോൾ ഈ ഇടപെടൽ നടത്തി വരുന്നത്. ഈ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ മത്സരിപ്പിക്കുന്നത് പോലും അത്തരം ഒരു ലാൻഡിങ് KCക്ക് നടത്തേണ്ടി വന്നാൽ രാജിവെപ്പിച്ചിട്ട് അതേ പേരാവൂരിൽ മത്സരിക്കുന്നതിനായാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇത്തരത്തിൽ ചുരുങ്ങിയത് 3 മണ്ഡലമെങ്കിലും KC കണ്ടെത്തി വെച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. ഈ I ഗ്രൂപ്പ് നേതാവായ രമേശ് ചെന്നിത്തല ആകട്ടെ കോൺഗ്രസിലെ A ഗ്രൂപ്പിന്റെ കൂടി പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കരിക്കൾ നീക്കുന്നത്. ഈ UDF ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തലയ്ക്ക് കിട്ടുന്ന അവസാനത്തെ അവസരം ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒപ്പമുള്ളവർക്കും അതേപോലെ തന്നെ ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയുള്ളവർക്കും നിയമസഭാ സീറ്റ് വാങ്ങിക്കൊടുക്കാനാണ് ചെന്നിത്തലയെ നിലവിൽ ശ്രമിക്കുന്നത്. ഇതേ ശ്രമം തന്നെയാണ് പ്രതിപക്ഷ നേതാവായ VD സതീശനും നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പട്ടികയിൽ നിരവധി യുവതുർക്കികളുണ്ട്. അതും ഹൈക്കമാൻഡിന് കൈമാറി കഴിഞ്ഞിട്ടുമുണ്ട്. ഈ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനം മുന്നിൽ കണ്ട് പരമാവധി MLA മാരെ ഒപ്പം നിർത്തുന്നതിനായാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുന്നത്. ഈ വിജയ സാധ്യതയേക്കാൾ കൂടുതലായിട്ട് ഈ ഗ്രൂപ്പ് താല്പര്യമാണ് അവിടെ ഘടകമാകുന്നത്. ഈ കേരള നേതാക്കളുടെ ഈ ഒരു സമ്മർദ്ദം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെയും വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ അധികാരക്കൊതി മൂത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ പരസ്പരം പാരവയ്പ്പിന് ശ്രമിച്ചാൽ മിക്ക മണ്ഡലങ്ങളിലും റിബലുകൾ ഉറപ്പാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോലും UDF നിലയാണ് പരിങ്ങലിലാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ 3-ാം ഊഴം കോൺഗ്രസ്സുകാർ തന്നെ ഉറപ്പാക്കി നൽകുമെന്നൊരു തോന്നലും എനിക്കുണ്ട്. അത് ശരിയായിട്ട് ഡോണയ്ക്കും തോന്നില്ലേ?